തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പൈലിംഗ് യന്ത്രം ട്രാക്കിലേക്ക് ചരിഞ്ഞ അപകടം. ഇതേ തുടർന്ന് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തുനിന്ന് വീണ ക്രെയിനിൻ്റെ ഭാഗം ഉയർത്തി. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. കൂടുതൽ വിശദാംശങ്ങളുമായി ആതിര ചേരുന്നുണ്ട്. ആതിര, ഇപ്പോൾ അതിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ടോ? ഗതാഗതം പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ടോ? എന്താണ് റെയിൽവേയുടെ വിശദീകരണം? രാജേഷ്, ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു ഈ പൈലിംഗ് മെഷീൻ ഇത്തരത്തിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഷീറ്റിന് മുകളിലേക്ക് വീഴുന്നത്. അതിനുശേഷം 2 മണിയോടുകൂടി തന്നെ ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചെങ്കിലും ഇപ്പോൾ ഏകദേശം 6 മണിയായി. 3 മണിക്കൂറിൻ്റെ പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വീണിട്ടുള്ള യന്ത്രത്തിൻ്റെ ഭാഗം ഉയർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ഹൈഡ്രോളിക് ക്രെയിൻ ഉപയോഗിച്ച് എത്തിച്ചുകൊണ്ടാണ് അത് ഉയർത്താനുള്ള ശ്രമം ആദ്യഘട്ടം മുതൽ നടന്നിരുന്നത്. ഇപ്പോൾ ഏകദേശം ഉയർത്താനുള്ള ആ ഒരു ശ്രമം വിജയം കണ്ടു എന്ന് വേണം പറയാനായിട്ട്. ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പണികൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രെയിൻ പൈലിംഗ് മെഷീൻ ഇവിടെ എത്തിച്ചത്. അത് ചതുപ്പിൽ താഴ്ന്നാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. അപകടത്തിൽ ഇതുവരെ ആർക്കും പരിക്കൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അവിടെ ആ സമയത്ത് അധികം ആളുകളില്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു ആളുകളുടെ പരിക്കുകളിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഈ പൈലിംഗ് മെഷീൻ ഇപ്പോൾ നിലവിൽ ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പൂർണ്ണമായ രീതിയിൽ ഉയർത്തി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് ഈ യന്ത്രത്തിൻ്റെ ഭാഗം വീണതുകൊണ്ട് തന്നെയാണ് ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് റെയിൽവേ അധികൃതർ അറിയിച്ചത്. അതുവഴി വരുന്ന ട്രെയിനുകൾ മറ്റ് പ്ലാറ്റ്ഫോമുകൾ വഴി കടന്നു പോകാനുള്ള സൗകര്യമൊക്കെ തന്നെ റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ യന്ത്രഭാഗം ഇപ്പോൾ നിലവിൽ ഉയർത്താൻ സാധിച്ചതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും റെയിൽവേ ട്രാക്ക് വഴി ട്രെയിനിൻ്റെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് റെയിൽവേ നമുക്കിപ്പോൾ നൽകുന്ന അറിയിപ്പ്. യെസ്, ആതിരയാണ് വിശദാംശങ്ങൾ നൽകിയത്.